ഹലോ, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ സാധാരണ സ്കൂളുകളൊക്കെയല്ലേ നമ്മൾ ഈ പ്രവേശനോത്സവം കണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഞങ്ങളുടെ പെരുന്തിരുത്തി മദ്രസയാണ് കേട്ടോ. മദ്രസയിലെ പ്രവേശനോത്സവമാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് പ്രവേശനോത്സവത്തിൽ പങ്കെടുക്കുന്നത്. ഇവിടുത്തെ ആണെങ്കിലും ആദ്യമായിട്ട് തന്നെയാണ് പങ്കെടുക്കുന്നത്. എനിക്ക് സാധാരണ ഇത് 3 വർഷമായിട്ട് എൻ്റെ മോൻ ഇവിടെ 4 വർഷമായിട്ട് പിന്നെ മോൻ ഇവിടെ പഠിക്കുന്നുണ്ട്. ഇതുവരെ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് എൻ്റെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് ടൈമിൽ ഫ്രീ ആവാറുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ദിവസം ഞാൻ ഫ്രീ ആയിരുന്നു. അങ്ങനെ ഞാനത് ആദ്യമായിട്ടാണ് ഇങ്ങനെ നമ്മുടെ പ്രവേശനോത്സവത്തിൻ്റെ ഒരു പ്രോഗ്രാമിൽ വരുന്നത്. അപ്പോൾ അതേ ക്ലാസ്സൊക്കെ കുട്ടികളെല്ലാവരും കൂടെ അലങ്കരിക്കുന്നുണ്ട് കേട്ടോ. ബലൂണും പിന്നെ മറ്റേ എന്താ പറയുക നമ്മുടെ അലങ്കരിക്കുന്ന മറ്റേ പേപ്പറൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം കൂടെ സെറ്റാക്കി റെഡിയാക്കുന്നുണ്ട്. പിന്നെ അതാ നമ്മുടെ വരുന്നവർക്ക് ഇരിക്കാനുള്ള ചെയറും കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഇടുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് നമ്മുടെ സ്റ്റാഫ് റൂമാണ് കേട്ടോ. ഇവിടെ അതേ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ലഡുവും മിഠായിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ലഡുവൊക്കെ ഏകദേശം എല്ലാം പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ട്. മിഠായി ഒന്നും പൊട്ടിച്ചിട്ടില്ല കേട്ടോ. പിന്നെ നമ്മുടെ രജിസ്റ്ററും കാര്യങ്ങളൊക്കെ അഡ്മിഷൻ്റെ ഫോമും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് പുതിയ കുട്ടികൾ വരുന്ന ദിവസമാണല്ലോ, അപ്പോൾ അവർക്കുള്ള ഫോമും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ടീച്ചർ മിഠായി പൊട്ടിച്ചിട്ടില്ല. നമ്മൾ ഇപ്പോൾ തന്നെ മിഠായി പൊട്ടിക്കണ്ടെന്ന് കരുതി, കാരണം പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മതിയല്ലോ. പിന്നെ നമ്മുടെ മദ്രസ കിട്ടിയ ഫെസ്റ്റിൻ്റെ ഇതൊക്കെ ട്രോഫിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇത്. പിന്നെന്താണ്, അപ്പോൾ ബാക്കി വീഡിയോസ് നമുക്ക് കാണാം. അങ്ങനെ നമ്മുടെ പ്രോഗ്രാം ഏകദേശം തുടങ്ങാനായിട്ട് ഓരോ പാരൻസും എത്തി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അപ്പോൾ നമ്മൾ പരിപാടി തുടങ്ങാൻ പോവുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സാധാരണ ഒന്നും പോലെ ഒഴിക്കണം, ആരും സംസാരിക്കാതിരിക്കുക. ശരിക്കും ഒറ്റ ഉച്ചത്തിൽ കേട്ടോ. എന്താ മതാമത് സൂറത്തുൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. അപ്പോൾ നമ്മുടെ കിറായത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്വാഗത പ്രസംഗ കാര്യങ്ങളൊക്കെയാണുള്ളത്. ഞാൻ അതിന് മുന്നേ നമ്മുടെ മദ്രസേൻ്റെ ഒരു പുറമേയുള്ളൊക്കെ ഒരു വീഡിയോസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ഹോം ടൂർ എന്ന് പറയുമ്പോൾ നമ്മൾ മദ്രസ ടൂർ എന്ന് വേണമെങ്കിൽ പറയാം, ആ രീതിയിൽ കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് പുതിയതാക്കി ഉണ്ടാക്കിയൊരു മദ്രസ കേട്ടോ. അതിൻ്റെ സൈഡിലുള്ളതാണ് പഴയ മദ്രസ. ഇതിന് മുകളിലൊക്കെ ഇപ്പോൾ നമുക്ക് ഈ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നടത്താനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ അതിന് പുറത്തുനിന്നും കോണിയുണ്ട്, അതുപോലെ ഉള്ളിൽ കോണി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ബാത്റൂമാണ് കേട്ടോ. നമ്മുടെ മക്കൾ യൂസ് ചെയ്യുന്ന ചെറിയ ടോയ്ലറ്റും കാര്യങ്ങളാണ് ഇതുള്ളത്. പിന്നെ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മദ്രസയിൽ ബാക്കി പരിപാടികളിലോട്ട് പോവാം. നിങ്ങളുടെ മുന്നിൽ വരുന്ന കുട്ടികളെ ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ സിലബസിനുള്ളിൽ നിന്നും സിലബസിന് പുറത്തേക്ക് പോയി നിങ്ങളുടെ കൈവശം കിട്ടുന്ന കുറച്ച് സമയത്തിനുള്ളിൽ വ്യവസ്ഥാപിതമായി അവർക്ക് ഇസ്ലാമിക വിശ്വാസം, അവരുടെ നിശ്ചയദാർഢ്യം, വിശ്വാസത്തിലുള്ള അവരുടെ നിശ്ചയത്തിന് ദാർഢ്യം നൽകി, ഉറപ്പ് നൽകി 7 വർഷം നിങ്ങളുടെ കൈവശം നിങ്ങൾ അവരെ കൈകാര്യം ചെയ്യും. നേരത്തെ സ്ഥാപനം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് സ്ഥാനം ക്ഷണിക്കുന്നു. നമ്മുടെ യോഗത്തിലൂടെ അള്ളാഹു അനുഗ്രഹിക്കുന്നതാണ്. നമ്മുടെ ഈ പരിപാടി നാളെ നാമത്തിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുന്നതിന് വേണ്ടി والصلاة والسلام على رسوله الكريم وعلى
وصحبه أجمعين. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, ആദരണീയരായ സദസ്സിൽ ഉപവിഷ്ടരായ രക്ഷിതാക്കളെ, പരിപാടിയുടെ അധ്യക്ഷൻ ബഹുമാനായ പി.ടി. ഈ പരിപാടിയിൽ കുഞ്ഞുങ്ങളോടും രക്ഷിതാക്കളോടും സംവദിക്കുവാൻ വേണ്ടി നമ്മുടെ ക്ഷമ സ്വീകരിച്ചെത്തിയ കെ.വി. മാസ്റ്റർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂടിച്ചേരൽ സ്വീകരിക്കുമാറാകട്ടെ. അത് ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസമാണെങ്കിലും ആ വിദ്യാഭ്യാസത്തിന്റെ ഒക്കെ ലക്ഷ്യം സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ മനസ്സിലാക്കണം. മഅരിഫത്തുള്ള അള്ളാഹുവിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്, രണ്ടാമത് നമ്മൾ നേടേണ്ടത് അള്ളാഹുവിനെ സ്നേഹിക്കുക എന്നതാണ്. മഹബ്ബത്തുർ റസൂൽ. അത് കഴിഞ്ഞ് നമ്മൾ മനസ്സിലാക്കിയ ആ സംഗതികൾ വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ അമലുകൾ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ അള്ളാഹുവിന് തൃപ്തിയുള്ളവർ ആയിത്തീരുക, അങ്ങനെ നമ്മുടെ ഈമാനിനെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അത് ദീനി എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന വിഷയങ്ങളാണെങ്കിലും നമ്മൾ പഠിക്കുന്ന ഭാഷകളാണെങ്കിലും എല്ലാം തന്നെ നമ്മുടെ പരലോക വിജയത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ. അങ്ങനെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ചെറിയ കുട്ടികൾക്ക് ഇപ്പോൾ വല്ലാതെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ മാതാപിതാക്കൾ അത് പൂർണ്ണമായി മനസ്സിലാക്കണം. നല്ല കുട്ടിയായി മാതാപിതാക്കൾക്കും മാതാപിതാക്കളെ സ്നേഹിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവനെ സ്നേഹിക്കുന്ന ഇസ്ലാമിനെ ആദർശത്തെ സ്നേഹിക്കുന്ന ആ ആദർശത്തിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ചെയ്യുന്ന അങ്ങനെ മുന്നോട്ട് പോകുവാനാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അതിനിടക്ക് നമ്മുടെ ഭൗതികമായ താല്പര്യങ്ങൾക്കാണ് നമ്മൾ മുൻഗണന കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായും നമ്മുടെ ലക്ഷ്യം തെറ്റിപ്പോകുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. വളരെ ഗൗരവത്തിൽ നമ്മൾ ആ കാര്യം ഉൾക്കൊള്ളേണ്ടതുണ്ട്. എന്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. മദ്രസ ഇനിയും വളരെ മനോഹരമായി കൊണ്ടു നടക്കുവാൻ വേണ്ടി നമ്മളെല്ലാവരും കൂട്ടമായി ഒന്നിച്ചു പരിശ്രമിക്കേണ്ടതുണ്ട്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു 3 ടയറുള്ള വാഹനം പോലെയാണ്. അധ്യാപകരും രക്ഷിതാക്കളും, രക്ഷിതാക്കൾ എന്ന് പറയുമ്പോൾ ഇതിന്റെ കമ്മിറ്റി രക്ഷിതാക്കളും എല്ലാവരും ചേർന്നുകൊണ്ട് ഒരേപോലെ പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് ഈ വാഹനത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുക. അത് മനസ്സിലാക്കിക്കൊണ്ട് ഇത് നല്ല സൗകര്യങ്ങളുള്ള ഒരു സ്ഥാപനമാണ്. ഇവിടെ അതോടൊപ്പം തന്നെ ഇവിടെ മറ്റൊരു കാര്യം വിട്ടുപോയി, ഒരു പുതിയ അധ്യാപകൻ, ഒരു ചെറുപ്പക്കാരനായ പുതിയ അധ്യാപകൻ ഷഫീർ മാസ്റ്റർ നമ്മുടെ മദ്രസയിൽ പുതുതായിട്ട് ചാർജെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ ഈ മദ്രസയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്കൊക്കെ സാധിക്കുമ്പോഴാണ് നമ്മൾ വിജയിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെ മാർഗത്തിൽ കൂടുതൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള തൗഫീഖ് നൽകി നമ്മുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല പ്രതീക്ഷയുള്ള ഉത്തമമായ ഒരു ഭാവി മാതാപിതാക്കൾക്കും ഇസ്ലാമിക സമൂഹത്തിനും നൽകാൻ കഴിയുന്ന കരുത്തുള്ള തലമുറ ഈ കുഞ്ഞുങ്ങളിലൂടെ വളർന്നു വരട്ടെ. അതിനുള്ള തൗഫീഖ് അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത് കണ്ട് ഈ കുടുംബ അവസ്ഥയിലേക്ക് എത്തിച്ചേരുവാൻ മാതാപിതാക്കൾക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ പരിപാടിയിൽ നിങ്ങളോട് സംവദിക്കുവാൻ വേണ്ടി കെ.വി. മാസ്റ്ററെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. Assalamualaikum. Oke, bos lah. Nular mana dah? Kita pakai berapa? Tiga berapa? Berapa? Berapa je lah? Ada kita, mana? Berapa? Soal-soal ni.
എന്തിന്റെ പ്രവേശനോത്സവം? മദ്രസ അൽ മദ്രസത്തുൽ ഇസ്ലാമിയ എന്തിന്റെ പ്രവേശനോത്സവമാണ്? കേട്ടില്ലേ മറുപടി ഒന്നും? ആണ്. നിങ്ങൾ നേരത്തെ പ്രവേശിച്ചില്ലേ? ആദ്യമായിട്ട് പ്രവേശിക്കാം? ആദ്യമായിട്ട് പ്രവേശിക്കാൻ കുറച്ച് മഹാന്മാരുണ്ടല്ലേ? നമുക്ക് ആദ്യം അവരെ സ്വാഗതം ചെയ്താലോ? അവരെ പരിചയപ്പെടണം, അവരെ ആരെങ്കിലും അറിയണം അല്ലേ? ശരിയാണോ? എന്നാ വരും, ചെറുതായിട്ട് വരും. ഇവരെ പേര് പറയണ്ട. പേര് മാന്റെ പേര് ഓക്കെ? നല്ല പേരുണ്ട്. Assalamualaikum. എൻ്റെ ഉപ്പാന്റെ പേര് Riyan Saniye. ഉപ്പാന്റെ പേര് സായി ഭാഷ. ഉമ്മാന്റെ പേര് നസീസ. Assalamualaikum. എൻ്റെ പേര് അമൻ. ഉപ്പാന്റെ പേര് ബാബ. ഉമ്മാന്റെ പേര് സുഹറ. Assalamualaikum. I am Rabite. My father name is Mushtaq. My mother name is Mubina. ഓക്കെ, നല്ല അടിപൊളി കുട്ടികളാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ? നല്ല അടിപൊളിയല്ലേ? ആണ്. എന്തായാലും വളരെ സന്തോഷം. പുതിയ കുട്ടികൾ മദ്രസയിലേക്ക് വന്ന സന്തോഷത്തിലാണ് നമ്മൾ. ഇനി കുറച്ചുകൂടി കുട്ടികൾ വരാമെന്ന് പറഞ്ഞത് അല്ലേ? ഇവിടെ വിളിക്കുന്നില്ല പുതിയ കുട്ടികൾ? ആ ശരിയാ വേണ്ട പരിചയം വേണം. അവിടെ വിളിക്കണ്ടേ? Fatima. Rubina Senior. നല്ല കയ്യിലുണ്ട്. അഞ്ചാം ക്ലാസ്സിലേക്കാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി പ്രസംഗിക്കണല്ലോ. പ്രസംഗത്തിലൂടെ പറയേണ്ടതൊക്കെ സാധ്യ മാഷനോട് പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഈ പ്രസംഗിക്കാതെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചെറിയ കുട്ടികളാണ്. 1ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ് നിങ്ങൾ 2ാം ക്ലാസ്സിൽ പഠിക്കാം. അതാണോ 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കാം? ഓരോ ക്ലാസ്സിലും നമുക്ക് വേറെ 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 ലെവലാവല്ലേ? ചെറിയ കുട്ടികൾക്ക് കുറച്ച് പൊട്ടുള്ളൂ, അവർക്ക് നമുക്ക് താങ്ങുള്ളൂ അല്ലേ? നമ്മള് ഒരു മരം ഇങ്ങനെ നോക്കിയ നഗരത്തിലെ ഒരു മരം, ഒരു ചെറിയ പുല്ല് നമുക്കെന്താ ചെറിയൊരു പുല്ലാണ്. ആ പുല്ലിന് തൊട്ട് താഴെ ഒരു ഉറുപ്പ് വന്നിട്ട് നോക്കാം. ആ ചെറിയ പുല്ലാണ്, ആ പുല്ലിന് ഏറ്റവും അടിയിൽ ഒരു ഉറുപ്പ് ഇങ്ങനെ നിൽക്കിട്ട് നോക്കാം. വലിയതായിട്ടല്ലേ അല്ലെ? ചെറിയ കുട്ടികൾക്ക് നമുക്ക് വലിയവർക്ക് ചെറുതാണെന്ന് തോന്നുന്ന കാര്യമെങ്കിലും ചെറിയ കുട്ടികൾക്ക് അതെ. അതുകൊണ്ടാണ് നമ്മൾ അത് കഴിഞ്ഞിട്ട് ആ പാട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരണം. പാട്ട് പറഞ്ഞത് തന്നെ പാട്ടിന്റെ വഴിയല്ല പറഞ്ഞിട്ടുണ്ട്. ഞാൻ പാട്ട് പാടുമ്പോൾ എന്ത് ചെയ്യണം? ആ പാട്ട് കഴിക്കണം. നിങ്ങൾ പായസം പറഞ്ഞില്ലേ, ഐസ്ക്രീം പറഞ്ഞില്ലേ, അതുപോലെ ഞാനല്ല അതുപോലെ ഈ പാട്ട് പറയാം. പറഞ്ഞിട്ട് ഈ പാട്ടിൽ എന്താണുള്ളത് നിങ്ങൾക്ക് ഇത് പറഞ്ഞാൽ എന്നിട്ട് തന്നെ പാട്ട് നടത്താൻ പറയണം. അപ്പൊ പാട്ട് നന്നായിട്ട് ഈ ചെവികൊണ്ടും കേൾക്കണം. ഓക്കെ, എന്നിട്ട് നമ്മൾ എല്ലാവരും കൂടി ഇത് പാടിയിട്ട് നിങ്ങൾക്ക് ആ പാട്ടിന്റെ അർത്ഥം പറഞ്ഞു. അപ്പൊ നമുക്ക് സമയം കഴിയും. ഓക്കെ, ചോടനുറമ്പിന് വഴിയിൽ കാണും കല്ലൊരു പർവ്വതമാകുന്നു, വലിയൊരു തുമ്പപ്പൂച്ചെടിമാനം മുദ്രണമാകരമാകുന്നു, തൊട്ടാവാടികൾ പിടികിട്ടാത്തൊരു ഘോരവനാന്തരമാകുന്നു, വെള്ളം കെട്ടി നിറുത്തിയ വയലോ വലിയൊരു സാഗരമാകുന്നു, കറുകപ്പുല്ലിൻ കളിരവിനാടാൻ പട്ടിയൊരു ഞാറാകുന്നു, മുക്കുറ്റിപ്പൂ വിതളുകൾ സ്വർണം പൂഷിയ ചുവരുകളാകുന്നു, കരിവണ്ടൊന്നിനെ വഴിയിൽ കണ്ടാൽ അത് കാണ്ടാമൃഗമാകുന്നു, പോകുന്നങ്ങനെ ചോരനുറുമ്പിൻ കാഴ്ചകളും. പാട്ട് കേട്ടോ? നുണഞ്ഞ കുറച്ചും നുണഞ്ഞ. ഇനി ഞാൻ 2 വരി പാടും, നിങ്ങൾ എന്റെ കൂടെ പാടണം, എന്നിട്ട് അതിന്റെ അർത്ഥം പറഞ്ഞു. ഓക്കെ, ഞാൻ നോക്കും ആരൊക്കെയാണ് നുണയണത്. മുട്ടായി കേട്ടാം പാട്ട് പറയുന്നത് ആരാ നോക്കും, ആരാണ് എന്റെ അർത്ഥം പറഞ്ഞാൽ നോക്കും, അതൊക്കെ നോട്ട് കിട്ടും. ഇതിനോട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, അപ്പൊ അറിയാം. ഓക്കെ, ചോരനുറുമ്പിന് വഴിയിൽ കാണും നല്ലൊരു പർവ്വതമാകുന്നു. സൗണ്ട്
പർവ്വതമാകുന്നു. ഇവിടെ കുറച്ച് കലകളില്ലേ, പ്രവേശനക്കാർ പറയും ഒരു വരട്ടാ മതി. ഒരു വരട്ടാ മതി. നല്ല കയ്യിലാണ് അലിഫ് എഴുതാന് ഒരൊറ്റ വരട്ടാ മതി. പിന്നെ ഭാഷ പറഞ്ഞാല് ഒരു വര മതി. ഒരു ചെറിയ വര, വളവും വേണ്ട ചെടിയും വേണ്ട, ചെറിയ ഒറ്റ വരട്ടാ മതി. അലിഫിന് ആ ഒരു വരയുടെ പ്രത്യേകത ചെല്ലിട്ടോ. പിന്നെ നിവർന്നിട്ടാണ് അല്ലെ ഇന്നത്തെ പ്രവേശനോത്സവത്തിന്റെ സന്ദേശം. നമ്മൾ എല്ലാ ആൾക്കാരുടെ മുന്നിൽ അലിഫ് പോലെ നിൽക്കണം, നീണ്ട് നിവർന്ന് നിൽക്കണം, അഭിമാനത്തോടെ നിൽക്കണം. എങ്ങനെ നിൽക്കുന്നത്? അലിഫ് പോലെ നിൽക്കുക. അലിഫ് പോലെ നിൽക്കുന്ന ആൾക്കാർ അഭിമാനത്തോടു കൂടി അന്തസ്സോട് കൂടി നിൽക്കുക. അതിനാണ് അലിഫ് പോലെ നിൽക്കുക. അലിഫ് പോലെ നിൽക്കുന്നത് എന്താ? അന്തസ്സോട് കൂടി നിൽക്കുക. അന്തസ്സോട് കൂടി നിൽക്കണമെങ്കിൽ എന്താ വേണം? നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് അന്തസ്സോടെ നിൽക്കാൻ പറ്റുള്ളൂ. നല്ലോണം പഠിക്കുന്നവർക്കാണ് ആ ക്ലാസ്സില് അലിഫ് പോലെ നിൽക്കാൻ പറ്റുള്ളൂ. അല്ലെ? ഫോട്ടോ ചെയ്തിട്ടുണ്ടോ? അലിഫ് പോലെ നിൽക്കാൻ പറ്റുമോ? ചെയ്തിട്ടില്ലെങ്കിൽ ടീച്ചർ ഇന്നലെ പണ്ടിതെല്ലാം പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പഠിക്കാത്ത ആൾക്ക് അലിഫ് പോലെ നിൽക്കാൻ പറ്റുമോ? ടീച്ചർ പറഞ്ഞ നാളെ എല്ലാവരും ചുമക്ക് നിർബന്ധമായിട്ട് പള്ളിയിൽ വരണം പറഞ്ഞു. 2 കുട്ടികൾ മുങ്ങി. ആ പിറ്റേ ദിവസം ചോദിക്കുമ്പോ മുങ്ങ ആൾക്കാർക്ക് അലിഫ് പോലെ നിൽക്കാൻ പറ്റുമോ? അപ്പൊ അലിഫ് പോലെ നിൽക്കണം എന്ത് ചെയ്യണം? ടീച്ചേഴ്സ് പറയുന്നത് അതുപോലെ കേൾക്കണം. ഉമ്മ വാപ്പ പറയുന്നത് അതുപോലെ കേൾക്കണം. അങ്ങനെയുള്ള കുട്ടികൾക്കാണ് അലിഫ് പോലെ നിൽക്കുന്നത്. അലിഫ് പോലെയാണോ നിൽക്കുക അതോ ബാന പോലെയാണോ നിൽക്കുക? അലിഫ് പോലെ നിൽക്കണം. അത് നിങ്ങളുടെ കുട്ടികളായിട്ട് മാറോ? ഇത് ഞാൻ ചോദിക്കട്ടെ. ഞാനൊരു പാട്ടൊക്കെ പാടി തുടങ്ങാം. നിങ്ങളൊരു പാട്ട് എനിക്ക് പാടിത്തരോ? ഏത് പാട്ട് പാടിത്തരാം? ആരെ പാടിത്തരാം? നിങ്ങളെല്ലാവരും ഞാൻ മത്സരം ഉണ്ടാക്കും. ഞാൻ ഒരു മാലയാണ്. ഈ മാല കണ്ടത് അല്ല ഒന്നാമത്തെ കളർ ഏതാ? ബ്ലൂ ആണ്, നീലാണ് അല്ലെ. പിന്നെ 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 അതൊക്കെ ഒറ്റ കഷ്ണം അല്ല, അത് ഓരോന്നും ചെറിയ 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 കഷ്ണങ്ങളാണല്ലേ. ഈ കഷ്ണങ്ങൾ കൂടി ചേർന്നപ്പോൾ എന്തായി? ഒരു മാല. പാട്ടിന് മാല എന്നൊരു പേരുണ്ട്. പാട്ടിനെ മൊഹിദ്ദിമാല കേട്ടോ. മാല എന്ന് പറഞ്ഞാല് പാട്ടിന് മാല പറയാൻ കാരണം എന്താ വെച്ചാല് ഒരു ഈണത്തിന് ഇങ്ങനെ വരികൾ കോർത്ത് കോർത്ത് ഒരു ചരടില് കുത്തുകൾ കോർത്ത് 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 കോർത്തല്ലേ മാല ഉണ്ടാക്കുക. അതുപോലെ വരികൾ ചേർത്ത് ചേർത്ത് കോർത്ത് കോർത്ത് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് അതിന് മാല പറയുന്നത്. നമ്മളൊരു മാല ഉണ്ടാക്കിയാലോ? നമ്മളെല്ലാവരും ചേർത്ത് ഒരു പാട്ടുമാല ഉണ്ടാക്കിയാലോ? തണ്ടുമാല കാണാമോ? പാട്ടുമാല നമ്മൾ കൊടുക്കില്ല അല്ലെ. പാട്ടുണ്ടാക്കാം. ഞാൻ 4 വരി പാടും, നിങ്ങൾ 20 വരി പാടും. അങ്ങനെയാണ് കരാറ്. ഞാൻ എത്ര വരി പാടും? ചേർച്ച നല്ല ചേർച്ച എന്തു നല്ല ചേർച്ച, ചേർച്ച നല്ല ചേർച്ച എന്തു നല്ല ചേർച്ച, ബുക്കും പേനയും തമ്മിൽ എന്തു നല്ല ചേർച്ച. ഇതേപോലെ നിങ്ങൾ 4 വരി ഉണ്ടാക്കണം. ഓരോരുത്തരും വേറെ വേറെ ഉണ്ടാക്കണം. ഒരാളുണ്ടാക്കി പാട്ട് വേറെ ഉണ്ടാക്കാൻ പാടില്ല. ഇത്രേ ഉള്ളൂ. ചേർച്ച നല്ല ചേർച്ച എന്തു നല്ല ചേർച്ച, ബുക്കും പേനയും തമ്മിൽ എന്തു നല്ല ചേർച്ച. ഇതിൽ 3ാമത്തെ വരി മാത്രം മാറ്റിയാൽ മതി. അടുത്ത പാടാൻ പറ്റും. നിങ്ങളതാവാ. നിങ്ങൾ കാണുന്നതൊക്കെ പാടാം. ഞാൻ ഒന്നുകൂടെ പാടാം. ചേർച്ച നല്ല ചേർച്ച എന്തു നല്ല ചേർച്ച, പ്ലേറ്റും ഗ്ലാസും തമ്മിൽ എന്തു നല്ല ചേർച്ച. പറഞ്ഞൂടെ? നിങ്ങൾ പറഞ്ഞത് ആരെ പാടണം? ആ പാടണം. ഞാൻ ഒരുമിച്ച് പാടും. ഞാൻ ഉണ്ടാവും. ചേർച്ച നല്ല ചേർച്ച എന്തു നല്ല ചേർച്ച, ഡെസ്കും പെൻസും തമ്മിൽ എന്തു നല്ല ചേർച്ച. ഡെസ്കും പെൻസും നല്ല ചേർച്ച അല്ലേ? ഓക്കെ. അവരെ കാണാൻ അല്ലേ? അവിടെ നിന്ന് പറയാൻ മതി. പെട്ടെന്ന് അവരുടെ പറയാം. വാടാ കാണിക്കട്ടെ. നമുക്ക് പറയണോ? 20 വരെ 4 വരെ ഉണ്ട്. 3ാം ക്ലാസ് സ്കൂളും ബാഗും തമ്മിൽ എട്ടായി. 20 വരെയാണ് നമ്മൾ കരാറ്. എന്നിട്ട് ഞാനൊന്ന് പോകുള്ളൂ. അല്ലെങ്കിൽ ഞാൻ വൈകുന്നേരം വരെ വർത്താനം പറഞ്ഞുകൊണ്ടോ. ഞാൻ നിർത്തണോ വേണമോ? വേണം. ആർക്കും വരാൻ പറയാം. അതൊന്നും
പോകുന്നു കേട്ടോ പന്ത്രണ്ടായി 20 വരെ ഞാൻ നിങ്ങളോട് ചോദിച്ചത് 12 വരെ പെൺകുട്ടികളാണ് ജയിച്ചു നിൽക്കുന്നത്. ഒരു ആൺകുട്ടിയും രണ്ട് പെൺകുട്ടികളാണ്. മൂന്നാമത്തെ പെൺകുട്ടി ആൺകുട്ടികളെ നോക്കിക്കോളെ, പെൺകുട്ടികളാണ് ജയിച്ചു നിൽക്കുന്നത് കേട്ടാ. മീനും വെള്ളവും തമ്മിൽ അടിപൊളി. 16 വരെയായി. ഇതിൽ 4 വരി കൂടി കിട്ടണം. 3 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയാണ് വന്നത് ആകെ. വേഗം കിടന്നു വരാം. ഒരാൾക്ക് പെൺകുട്ടികളെ ജയിച്ചു. നമുക്ക് പെൺകുട്ടികളെ ഞാൻ ചോദിച്ചു. ഇതാണ് ഒരു പൂ ചോദിച്ചാല് ഒരു വസന്തം തരുന്ന കുട്ടികളാണ് നിങ്ങൾ. അടിപൊളിയാണ് കേട്ടോ. നല്ല കുട്ടികളാണ്, മിടുക്കരാണ്. നിങ്ങള് മിടുമിടുക്കരായിട്ട് തന്നെ വളരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഞാൻ ചോദിച്ചതൊക്കെ തിരിച്ചു തന്നതിന് പ്രത്യേകം നന്ദിയുണ്ട്. അതോടൊപ്പം നമുക്കറിയാം, നമ്മുടെ ഫലസ്തീനില് നമ്മളെ പോലെയുള്ള പൂമ്പാറ്റകളെ പോലെ പാറി നടക്കേണ്ട, മദ്രസകളിൽ പോവേണ്ട, സ്കൂളിലൊക്കെ പോവേണ്ട കുഞ്ഞുമക്കൾ, 10,000-കണക്കിന് കുഞ്ഞുമക്കൾ അല്ലാഹുവിലേക്ക് യാത്രയായ സമയം കൂടിയാണ്. നമ്മുടെ പ്രാർത്ഥനകളിൽ ആ കുട്ടികൾ കൂടി ഉൾപ്പെടണമെന്ന് ഈ ഒരു അവസരത്തിൽ നമ്മളെല്ലാവരും ഓർക്കണം. അല്ലാഹു അവരെയും നമ്മളെയൊക്കെ ഒരുപോലെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറല്ലേ. അനുഗ്രഹിക്കട്ടെ. അമീൻ. ഇസ്ലാം വലൈക്കും. കുട്ടികളോട് മുതിർന്നവരോട് സംബന്ധിച്ച പുതിയൊരു സൂര്യനുദിച്ചേ, പുതിയൊരു പുലരി ജനിച്ചേ,
ചെറിയ സമ്മാനമാണ്. നമ്മൾ 9 കുട്ടികളാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ ഒരാൾക്ക് പരീക്ഷയുടെ സമയത്ത് അസുഖമായതുകൊണ്ട് പരീക്ഷ എഴുതാൻ പറ്റിയില്ല. അപ്പൊ 8 കുട്ടികളാണ് പരീക്ഷ എഴുതിയത്. അതില് 2 കുട്ടികൾക്ക് A ഗ്രേഡ് കിട്ടി. മജീസിന്റെ പരീക്ഷ എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് ആയിട്ട് നല്ല പ്രാക്ടിക്കലും അതേപോലെ ഖിറാഅത്ത് എല്ലാം ഉള്ള ഒരു അടങ്ങിയ ഒരു പരീക്ഷ. രണ്ടാമത് നമ്മുടെ നസ്വൽ സിഡി പിന്നെ നമ്മുടെ കുട്ടികളുടെ 5 കുട്ടികൾക്ക് ടീച്ചർ സാലിം ടീച്ചർ സാലിം ഫഹീം അഫ്സൽ ആദിൽ സമാൻ പിന്നെ ഫഹീം അഫ്സൽ ആദിൽ സമാൻ ഫാത്തിമ ബിൽസ അസ്ലിം ഷാ ഇത്രയും കുട്ടികളാണ് പരീക്ഷ എഴുതിയത്. പിന്നെ കുട്ടികളോട് പറയുന്നത് ഇവര് പഠിച്ച കാര്യങ്ങള് മദ്രസ കഴിഞ്ഞ് മുന്നത് സംഭവമില്ല, ഈ പറഞ്ഞില്ല, അങ്ങനെ ആകരുത്. പരിശുദ്ധ പ്രധാനമായിട്ടും അതുപോലെ നിങ്ങളുടെ സ്വഭാവ സംസ്കരണം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നല്ല ശ്രദ്ധ ഉണ്ടാവണം. മദ്രസ കഴിഞ്ഞ് നടക്കുന്ന പ്രത്യേക പരിപാടികളൊക്കെ നിങ്ങൾ പങ്കെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ചെറിയ ഗാനമുണ്ട് ശ്രീമതി നാടിൽ നാടിയായി നാടിൽ നാടി
അതാ പിന്നെ നമ്മുടെ മക്കൾക്ക് പൊതുപരീക്ഷയിൽ ജയിച്ചിട്ടുണ്ടായിരുന്ന മക്കൾക്കുള്ള സമ്മാന വിതരണം കഴിഞ്ഞു. അതുപോലെ 2-3 കുട്ടികൾ പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ എന്താന്നിട്ട് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ തായർ ടീച്ചർ കുറച്ച് ക്ലാസ് ഉണ്ടായിരുന്നു, രക്ഷിതാക്കൾക്കുള്ളതായിരുന്നു. മക്കളെ നേരത്തെ മദ്രസയ്ക്ക് പറഞ്ഞയക്കേണ്ടതും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കുറച്ച് ക്ലാസ്സുകളായിരുന്നു രക്ഷിതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അങ്ങനെ പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു, സംസാരിച്ചു. അങ്ങനെ നമ്മൾ വീഡിയോസ് എന്ന് വെച്ചാൽ നമ്മൾ പ്രോഗ്രാം ഏകദേശം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ഓക്കെ, താങ്ക് യു.